പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് ഭാര്യയുടെ സമ്മതമില്ലാതെ ഭർത്താവ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത 8 കാര്യങ്ങളെ കുറിച്ചാണ്. ഈ കാര്യങ്ങൾ നിർബന്ധമായും ഓരോ ഭർത്താക്കന്മാരും ഭാര്യമാരും മനസ്സിലാക്കൽ അത്യാവശ്യമാണ്. ഏതൊക്കെയാണ് ആ 8 കാര്യങ്ങളെന്ന് വിശദമായി നമ്മൾക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹു നമ്മളെ മജ്ലിസ് കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മളെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു അകറ്റി തരട്ടെ. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. റഹ്മാനും റഹീമുമായ അള്ളാഹ് എല്ലാവരുടെ പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ, എല്ലാവർക്കും നീ സമാധാനം നൽകി അനുഗ്രഹിക്കണേ അള്ളാഹ്. ഇൻഷാ അള്ളാഹ് എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ ദിക്ർ ദുആ മജ്ലിസ് അപ്ലോഡ് ചെയ്യും. കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക, പുണ്യം നേടുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങളൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട 8 വിഷയങ്ങളാണ്. അഥവാ ഭാര്യയുടെ സമ്മതമില്ലാതെ ഭർത്താവ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത 8 കാര്യങ്ങളെ കുറിച്ചാണ്. ഈ 8 കാര്യങ്ങൾ നിർബന്ധമായും വിവാഹം കഴിഞ്ഞ ഭാര്യ ഭർത്താക്കന്മാർ അറിഞ്ഞിരിക്കൽ അത്യാവശ്യമാണ്. ഭാര്യയുടെ സമ്മതമില്ലാതെ ഭർത്താവ് ചെയ്യാൻ പാടില്ലാത്ത ഒന്നാമത്തെ കാര്യം എല്ലാവരും ശരിക്ക് ശ്രദ്ധിക്കുക. ഭാര്യയുടെ സമ്പത്ത് ചെലവഴിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത് ഉസ്താദെ, ഞങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്, അതല്ലെങ്കിൽ ചെലവിന് വേണ്ടിയിട്ടാണ്, ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് എന്നൊന്നും പറഞ്ഞാൽ പറ്റുകയില്ല. ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കൽ നമ്മളെ സമ്പത്തിൽ നിന്നാണ്. ഭാര്യയ്ക്ക് ഭക്ഷണം കൊടുക്കേണ്ടത് നമ്മളെ സമ്പത്തിൽ നിന്നാണ്. ഭാര്യയ്ക്ക് വീട് നിർമ്മിച്ചു കൊടുക്കേണ്ടത് നമ്മളെ സമ്പത്തിൽ നിന്നാണ്. അവരുടെ സമ്പത്ത് ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ പാടില്ല. അവരുടെ സമ്മതമുണ്ടെങ്കിൽ ചെലവഴിക്കാം എന്നല്ലാതെ അവരുടെ സമ്മതമില്ലാതെ, അവരുടെ പൊരുത്തമില്ലാതെ ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരുടെ സമ്പത്ത് എടുക്കാൻ പാടില്ല. ചില ഭർത്താക്കന്മാരുണ്ട്, കൊടുത്ത മഹർ വരെ വിറ്റു തുലക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ കെട്ടിച്ചു വിടുന്ന സമയത്ത്, വിവാഹ സമയത്ത് അവളെ വീട്ടിൽ നിന്ന് അവൾക്ക് സ്വർണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഞമ്മക്കെന്താ അവകാശ? അത് അവളുടെ സമ്പത്താണ്. അവളുടെ ഉപ്പ, അവരുടെ കുടുംബം അവൾക്ക് കൊടുത്തതാണ്. അത് നമുക്ക് വീട് നിർമ്മിക്കാനും അതല്ലെങ്കിൽ നമ്മൾക്ക് ഡ്രസ്സ് വാങ്ങാനും നമ്മൾക്ക് കച്ചവടം നടത്താനുള്ള സമ്പത്തല്ല. അവളുടെ പൂർണ്ണമായ സമ്മതമുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നല്ലാതെ അവളുടെ സമ്മതമില്ലാതെ അവളുടെ സമ്പത്ത് എടുക്കാൻ പാടില്ല. അവരുടെ ആഭരണങ്ങൾ എടുക്കാൻ പാടില്ല. മഹർ എടുക്കാൻ പാടില്ല. മഹർ അവൾക്കുള്ളതാ, അത് നമ്മൾ കൊടുത്തതല്ലേ, ഞാൻ അധ്വാനിച്ച് വാങ്ങിയതല്ലേ, ഞാൻ കൊടുത്തതല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഭാര്യയുടെ ഹക്കിൽപ്പെട്ടതാണ്. മഹർ വരെ എടുത്ത് വിറ്റ് തുലക്കുന്ന ചില ഭർത്താക്കന്മാരുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് ഭർത്താക്കന്മാരെ അടിവരയിട്ടുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഇനി ഭാര്യയുടെ സമ്മതമില്ലാതെ ഭർത്താവ് ചെയ്യാൻ പാടില്ലാത്ത രണ്ടാമത്തെ കാര്യം, 4 മാസത്തിൽ കൂടുതൽ ഭാര്യയുമായി അകന്നു നിൽക്കാൻ പാടില്ല. ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. 4 മാസത്തിൽ കൂടുതൽ ഭാര്യയുമായി ഭർത്താവ് അകന്നു നിൽക്കാൻ പാടില്ല. അങ്ങനെ അകന്നു നിൽക്കുന്നുണ്ടെങ്കിൽ ഭാര്യയുടെ പൂർണ്ണ സമ്മതത്തോടുകൂടെ ആയിരിക്കണം. കാരണം എന്താണെന്നറിയോ? ഒരു ഭാര്യക്ക് അതല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് തന്റെ ഭർത്താവില്ലാതെ 4 മാസത്തിൽ കൂടുതൽ താമസിക്കാൻ കഴിയൂല. മഹാനരായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ മകളോട് ചോദിക്കുന്നുണ്ട്, ഒരു ഭാര്യക്ക് തന്റെ ഭർത്താവിന്റെ സാമീപ്യമില്ലാതെ എത്ര കാലം താമസിക്കാൻ കഴിയുമെന്ന്. അവിടുന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ കൊടുത്ത മറുപടി ഇങ്ങനെയാണ്: ഒരു ഭാര്യക്ക് തന്റെ ഭർത്താവിന്റെ സാമീപ്യമില്ലാതെ 4 മാസത്തിൽ കൂടുതൽ താമസിക്കാൻ കഴിയൂല. 4 മാസത്തിൽ കൂടുതൽ അവളുടെ വിചാരങ്ങൾ ശമിച്ചുകൊണ്ട് ജീവിക്കാൻ അവൾക്ക് സാധ്യമല്ല എന്നുള്ളതാണ്. അപ്പൊ ഭർത്താക്കന്മാരൊക്കെ 4 മാസത്തിൽ കൂടുതൽ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ, വിദേശത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ ഭാര്യമാരുടെ പൂർണ്ണ സമ്മതത്തോടു കൂടെ ആയിരിക്കണം പോകേണ്ടത്. അല്ലാത്ത പക്ഷം നമ്മളുടെ ഭാര്യമാര് തിന്മയിലേക്ക് പോയാൽ, അവിഹിതത്തിലേക്ക് പോയാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ആ ഭർത്താക്കന്മാർ ഏറ്റെടുക്കേണ്ടി വരും. ഇതിനുള്ള വഴി എന്താണ്? ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്, ഭർത്താവ് എവിടെയാണോ താമസിക്കുന്നത് അവിടെയാണ് നമ്മളെ ഭാര്യമാരെ താമസിപ്പിക്കേണ്ടത്. അങ്ങനെയാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം ആ മെൻസസ് നിൽക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ മെൻസസ് കഴിഞ്ഞ ഉടനെ തന്റെ ഭർത്താവ് ഏറെ ഞങ്ങളെ കൂടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന സമയമാണ്. കൂടുതലായി സ്ത്രീകൾക്ക് വികാരങ്ങൾ വരുന്ന സമയമാണ് മെൻസസ് നിൽക്കുന്ന സമയം. മെൻസസ് കഴിഞ്ഞാൽ അപ്പോൾ സ്ത്രീകൾ, ഭാര്യമാര് കൂടുതൽ ആഗ്രഹിക്കും
ആഗ്രഹിക്കുന്നത് തന്റെ ഭർത്താക്കന്മാർ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളതാണ്. അതുകൊണ്ട് ഭാര്യമാരുടെ സമ്മതമില്ലാതെ കൂടുതലായി ഒരു ഭർത്താക്കന്മാരും വിട്ടുനിൽക്കാൻ പാടില്ല. സമ്മതമുണ്ടോ വിട്ടുനിൽക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഭാര്യയുടെ സമ്മതമില്ലാതെ ചെയ്യാൻ പാടില്ലാത്ത മൂന്നാമത്തെ കാര്യം ലൈംഗികമായ ബന്ധമാണ്. ലൈംഗികമായ ബന്ധമെന്ന് പറയുന്നത് രണ്ടുപേരും സന്തോഷത്തോടുകൂടെ ആസ്വദിച്ച് ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഇസ്ലാം പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ഒരു വിഷയമാണ് ലൈംഗികമായ ബന്ധമെന്ന് പറയുന്നത്. ഒരാളുടെ സന്തോഷത്തിന് വേണ്ടി അതല്ലെങ്കിൽ ഒരാളുടെ താല്പര്യത്തിന് വേണ്ടി മാത്രം ലൈംഗികമായ ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. അതിന്റെ രസം നമ്മൾക്ക് ആസ്വദിക്കാൻ സാധ്യമല്ല. അപ്പൊ ഭാര്യക്ക് സമ്മതമല്ലെങ്കിൽ നമ്മൾ പിന്നെ അതിന് നിർബന്ധിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇവിടെ ഭാര്യമാര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. നമ്മൾക്കൊരു കുഴപ്പമില്ല, മെൻസസ് ഒന്നുമില്ല, ഒരു ക്ഷീണമല്ല, ഒരു തളർച്ചയില്ല, ഒരു കുഴപ്പമില്ലാതെ നമ്മളെ ഭർത്താക്കന്മാര് ലൈംഗികമായ താല്പര്യം പറയുന്ന സമയത്ത് നമ്മൾ അതിൽ നിന്ന് മാറി നിന്നാൽ, അതിൽ നിന്ന് ഒഴിവഴിവുകൾ പറഞ്ഞുകൊണ്ട് നമ്മൾ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ മലക്കുകൾ നമ്മളെ ശപിക്കുമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് പ്രത്യേകം ഭാര്യമാര് ശ്രദ്ധിക്കുക. ഇനി ഭാര്യയുടെ സമ്മതമുണ്ടെങ്കിലും സമ്മതമില്ലെങ്കിലും ചെയ്യാൻ പാടില്ലാത്ത ഒരു വിഷയമാണ് മെൻസസ് ഉള്ള സമയത്ത് ബന്ധപ്പെടുക എന്നുള്ളത്. മെൻസസ് ഉള്ള സമയത്ത് ബന്ധപ്പെടാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. സർവ്വ ഇമാമുമാരും അവരെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മെൻസസ് ഉള്ള സമയത്ത് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിനക്ക് വെള്ളപ്പാണ്ട് പോലത്തെ അസുഖം ഉണ്ടാകാൻ കാരണമാണ്. മാത്രമല്ല മെൻസസ് ഉള്ള സമയത്ത് ബന്ധപ്പെടൽ നിഷിദ്ധമാണ്, ഹറാമാണ് എന്ന് ഫുഖഹാക്കൾ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഭാര്യ ഭർത്താക്കന്മാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഭാര്യയുടെ സമ്മതമില്ലാതെ ചെയ്യാൻ പാടില്ലാത്ത മറ്റൊരു വിഷയമാണ് വീട്ടിലേക്ക് അതിഥികളെ വിളിച്ചു കൊണ്ടുവരിക എന്നുള്ളത്. നമ്മളെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കണം, അതുപോലെ തന്നെ വീട് വൃത്തിയാക്കണം, മറ്റുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് സാധാരണ നമ്മളെ നാടുകളിലൊക്കെ ഭാര്യമാരാണ്. നമ്മൾ ഭാര്യമാരോടൊന്നും പറയാതെ നമ്മളെ വീട്ടിലേക്ക് ഇങ്ങനെ അതിഥികളെ ക്ഷണിച്ചു കൊണ്ടുവരിക, അതല്ലെങ്കിൽ അനാവശ്യമായി വീട്ടിലേക്ക് ഫ്രണ്ട്സുകളെ കൊണ്ടുവരിക, അന്യ പുരുഷന്മാരെ കൊണ്ടുവരിക, ഈ ഒരു സ്വഭാവം ഭർത്താക്കന്മാർക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ചെയ്യാൻ പാടില്ലാത്ത ഒരു വിഷയമാണ് ലൈംഗികമായ രഹസ്യങ്ങള്, മണിയറ രഹസ്യങ്ങൾ കൂട്ടുകാരോട് പറയുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായി പഠിപ്പിച്ചു, ജനങ്ങളിൽ വെച്ച് ഏറ്റവും മോശക്കാരൻ മണിയറ രഹസ്യങ്ങൾ കൂട്ടുകാരോട് പറയുന്ന ആളുകളാണ്. എന്റെ ഭാര്യയെ കുറിച്ച്, ഭാര്യ മണിയറയിൽ അങ്ങനെയായിരുന്നു, ഭാര്യ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്തെന്നു, ഭാര്യ മണിയറയിൽ സൂപ്പറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തന്റെ കൂട്ടുകാരോട് പോയി പറയാ. അതുപോലെ തന്നെ ഭർത്താവിന്റെ ലൈംഗികമായ രഹസ്യങ്ങള്, ഭർത്താവിന്റെ ലൈംഗികമായ ന്യൂനതകള്, ഭാര്യയുടെ ലൈംഗികമായ ന്യൂനതകളൊക്കെ കൂട്ടുകാരോട് പോയി പറയാ. അതല്ലെങ്കിൽ മറ്റുള്ള രഹസ്യങ്ങൾ ഉമ്മാനോട് ഉപ്പാനോടും പോയി പറയാ, പെങ്ങന്മാരോട് വിളിച്ചു പറയാ, ഫാമിലി ഗ്രൂപ്പിലൊക്കെ പറയാ. ഇതൊക്കെ മോശമാണ്. ഇങ്ങനെ ഒരിക്കലും ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിന്റെ സ്നേഹബന്ധം നിലനിൽക്കുകയില്ല, നിന്റെ വിവാഹബന്ധം നിലനിൽക്കുകയില്ല, അത് തകർച്ചയിൽ അവസാനിക്കുകയാണ്. അള്ളാഹു നമ്മളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഭർത്താവ് ചെയ്യാൻ പാടില്ലാത്ത ഒരു വിഷയമാണ് ഭാര്യമാരെ അടിക്കുക, ചീത്ത വിളിക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്, നീ നിന്റെ ഭാര്യയെ അടിക്കരുത്, മുഖത്തടിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഭാര്യമാരെ ചീത്ത വിളിക്കുന്ന എത്രയെത്ര ഭർത്താക്കന്മാരാണ്. ഭാര്യയുടെ ഉമ്മയെ ഉപ്പയെ ചീത്ത വിളിക്കുക, ഭാര്യയുടെ ഉമ്മയെ ഉപ്പയെ കുറ്റം പറയുക, ഭാര്യയുടെ ആങ്ങളമാരെ കുറ്റം പറയുക, ഭാര്യയുടെ കുടുംബക്കാരെ കുറ്റം പറയുന്ന ഒരു സ്വഭാവം ഒരിക്കലും ഭർത്താക്കന്മാർക്ക് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ അടിക്കുന്ന ഭർത്താവാണെങ്കിൽ, ചീത്ത പറയുന്ന ഭർത്താവാണെങ്കിൽ, ഭാര്യയുടെ കുടുംബക്കാരെ ബഹുമാനമില്ലാതെ പറയുന്നവനാണെങ്കിൽ, ഭാര്യയുടെ കുടുംബക്കാരെ ചീത്ത വിളിക്കുന്നവനാണെങ്കിൽ, ആ ഭാര്യ ഖിയാമത്ത് നാൾ വരെ, നിന്റെ മരണം വരെ നിന്നെ ഒരിക്കലും സ്നേഹിക്കുകയില്ല എന്ന് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നല്ല നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ച ആ മാതൃകയിലൂടെ ജീവിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഭർത്താവ് എങ്ങനെ ആകണമെന്ന് തന്റെ ജീവിതത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ഹദീസിലൂടെ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ രൂപത്തിലൂടെയാണ് നാം ജീവിക്കേണ്ടത്. അല്ലാത്ത പക്ഷം നമ്മൾക്ക് ടെൻഷൻ ആയിരിക്കും, സമാധാനം ഉണ്ടാവൂല, സന്തോഷം ഉണ്ടാവൂല, എപ്പോഴും പ്രയാസമായിരിക്കും. മാത്രമല്ല നമ്മളെ ദാമ്പത്യ ജീവിതം തകർന്ന് തരിപ്പണമായി പോകും. നമ്മളെ മക്കള് നമ്മളെ വെറുക്കും, നമ്മളെ കുടുംബക്കാർ നമ്മളെ വെറുക്കും. അവസാനം നമ്മൾ ഒറ്റപ്പെടും, ആരോരുമില്ലാതെ മരണപ്പെടേണ്ടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മളെ സ്വഭാവം അള്ളാഹു നന്നാക്കി തരട്ടെ.